പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ചില കൺഫ്യൂഷൻ വെർബുകളെക്കുറിച്ചാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഹാസ്, ഹാവ് എന്നിവയാണ്. ഒരു സെൻറ്റൻസിൽ ഹാസും ഹാവും മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം ഹാസും പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം ഹാവും ചേർക്കുന്നു. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ ഓക്സിലറി വെർബായി ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. അത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹാസ് എന്ന മെയിൻ വെർബ് സബ്ജക്റ്റിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രാജുവിന് ഒരു പേനയുണ്ട്. രാജു ഹാസ് എ പെൻ. അവന് ഒരു ബുക്കുണ്ട്. ഹി ഹാസ് എ ബുക്ക്. അവൾക്ക് ഒരു മേശയുണ്ട്. ഷി ഹാസ് എ ടേബിൾ. ഇവിടെ സിംഗുലർ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്റ്റുകൾക്ക് ശേഷം ഹാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. എനിക്ക് ഒരു പേനയുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ പെൻ. ഞങ്ങൾക്ക് ഒരു വീടുണ്ട് എന്നെങ്ങനെ പറയും? വി ഹാവ് എ ഹൗസ്. അവർക്ക് ഒരു പശുവുണ്ട് എന്നെങ്ങനെ പറയും? ദേ ഹാവ് എ കൗ. ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളിൽ, അതായത് ചോദ്യവാക്കുകളിൽ ഹാസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അവന് എന്തുണ്ട്? വാട്ട് ഹാസ് ഹി? അവൾക്ക് എത്ര പേനയുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി പെൻസ് ഡസ് ഹി ഹാവ്? അതുപോലെ ഇതിന് എത്ര ചിറകുകളുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി വിങ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇനി നമുക്ക് ഹാവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തുണ്ട്? വാട്ട് ഹാവ് യു? അതുപോലെ എനിക്ക് എത്ര പുസ്തകമുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി ബുക്സ് ഡു ഐ ഹാവ്? അവർക്ക് എത്ര പേനകളുണ്ട്? ഹൗ മെനി പെൻസ് ഡു ദേ ഹാവ്? ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അവന് ഒരു പുസ്തകമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ഹി ഹാവ് എ ബുക്ക്? അതെ, അവനൊരു പുസ്തകമുണ്ട്. യെസ്, ഹി ഹാസ് എ ബുക്ക്. ഇനി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? നോ, ഹി ഹാസൻറ്റ് എ ബുക്ക്. ഇനി അവന് 5 ബുക്കുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ഹി ഹാവ് 5 ബുക്സ്? അവന് ഒരു ബുക്കില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡസിൻ ഹാവ് എ ബുക്ക്. ഇനി നിങ്ങൾക്ക് ഒരു ബുക്കുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ബുക്ക്? നിങ്ങൾക്ക് ഒരു പുസ്തകമില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ഹാവ് എ ബുക്ക്? ഈ സെക്ഷനിലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസുകളും ഒന്നുകൂടി വീഡിയോ കണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് സെക്ഷനുകളിൽ പരിചയപ്പെടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ കമൻറ്റുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.